പലപ്പോഴും അലർജിയുടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും അത് മാറാത്തതിന് കാരണം നമ്മുടെ ഭക്ഷണത്തിലുള്ള പോഷകാഹാരക്കുറവായിരിക്കും. വിറ്റാമിൻ ഡിക്ക് പുറമെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട 3 ഭക്ഷണ സംഗതികളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ സംഗതിയാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഫിഷ്, വാൾനട്ട്, ഫ്ലാക്സീഡ് തുടങ്ങിയതിലൊക്കെ ഇതുണ്ട്. നമ്മൾ സാധാരണ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫിഷാണ്. പക്ഷെ പല ആൾക്കാർക്കും ഫിഷിനോട് അലർജി ഉണ്ടാവും. അത്ര ആളുകൾ കോഡ് ലിവർ ഓയിൽ പോലുള്ള സപ്ലിമെന്റ് ആണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ സംഗതിയാണ് പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക് നമുക്ക് ഏറ്റവും കിട്ടുന്നത് തൈര്, അതുപോലെ തന്നെ യോഗഹർട്ട് പോലുള്ള സംഗതികളിലാണ്. ആക്റ്റീവായിട്ട് അലർജി ഉള്ള സമയത്ത് പാലുൽപ്പന്നങ്ങളും ഒക്കെ ഒഴിവാക്കാണ് നല്ലത്. എന്നാൽ അലർജി ഇല്ലാത്ത സമയങ്ങളിൽ ഇത്തരം പ്രോബയോട്ടിക്കുകൾ നമ്മൾ ശീലിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗട്ടിന്റെ ഹെൽത്ത് വളരെയധികം ഇംപ്രൂവ് ചെയ്യിക്കാൻ കാരണമാകുന്നു. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഇംപ്രൂവ്മെന്റിനെ ഓവറോൾ എഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ സംഗതി വിറ്റാമിൻ സി ആണ്. ഇതും ധാരാളം അടങ്ങിയിട്ടുള്ളത് നാരങ്ങ പോലുള്ള ഫ്രൂട്ട്സുകളിലാണ്. ഇതും ചില ആളുകൾക്ക് ആക്റ്റീവായിട്ട് അലർജി ഉള്ള സമയത്ത് അത് കൂടുതലാക്കാൻ കാരണമാകുന്നുണ്ട്. ഇതും അലർജി ഇല്ലാത്ത സമയങ്ങളിലാണ് കഴിച്ച് ശീലിക്കേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.